ഓം ശാന്തി. നേരത്തെ എഴുന്നേറ്റ് നമ്മുടെ ദിനചര്യ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ ആളുകളുടെ സംശയമാണ്. സിസ്റ്റർ പറയും പോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ധ്യാനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഉച്ചയ്ക്കാവുമ്പോഴേക്കും ഉറക്കം സഹിക്കാനാവുന്നില്ല. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചാലുള്ള കാര്യം പറയേ വേണ്ട. എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കുക? ഓഫീസിൽ പോകുന്നവരാണ്, ജോലിക്ക് പോകുന്നവരാണ്, കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. അപ്പം ഞങ്ങളെക്കൊണ്ട് ഇതെങ്ങനെ നേരത്തെ എഴുന്നേൽക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, സിസ്റ്റർ പറയും പോലെ മെഡിറ്റേറ്റ് ചെയ്യണം, അഫർമേഷൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അപ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാക്കി ഡേയിൽ ഇങ്ങനെയൊക്കെ കുറേ എഫക്റ്റ് വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുക എന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാം, ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം അത് കുറച്ച് വീക്ക് തന്നെയായിരിക്കും. നല്ല ഫാസ്റ്റായി വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ആ വർക്ക് കുറച്ച് സ്ലോ ആയിരിക്കാം. അധികവും അത് ബാങ്കിലാവട്ടെ, ഹോസ്പിറ്റലിലാവട്ടെ, നിങ്ങളുടെ വീട്ടിലാവട്ടെ, അധികം ആളുകളിൽ നിന്നും തെറ്റുപറ്റുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ അബദ്ധങ്ങൾ സംഭവിക്കുന്ന സമയം അധികവും ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞുള്ള സമയത്താണ് സംഭവിക്കുക. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നമ്മുടെ ശരീരത്തിലെ മറ്റെല്ലാ ഭാഗത്തെ ഓക്സിജനും നമ്മുടെ ഡൈജഷൻ സിസ്റ്റത്തിലേക്ക് പതുക്കെ ഒന്ന് വലിക്കപ്പെടും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബ്രെയിനിന് പ്രോപ്പർ ആയിരിക്കുന്ന ഗ്ലൂക്കോസ് കിട്ടാത്തൊരവസ്ഥ വരും. അത് കുറച്ച് ശരീരം ക്ഷീണിച്ചിട്ടുള്ള ഒരു അവസ്ഥ കൂടിയാണെങ്കിൽ, മീൻസ് നേരത്തെ എഴുന്നേറ്റ് ശീലമില്ലാത്ത ആളുകൾ നേരത്തെ എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം 8 മണിക്കൂർ പണി കഴിയുമ്പോൾ അതിന് വിശ്രമം വേണം ചോദിക്കും. ഇത് ബോഡി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്, പ്രകൃതിയാണ്. 8 മണിക്കൂർ പ്രവൃത്തി കഴിഞ്ഞാൽ കുറച്ച് സമയം വിശ്രമം. അതുകൊണ്ടല്ലേ ഗവൺമെൻറ്റും 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി നമ്മുടെ അടുത്ത് പറയുന്നത്. 8 മണിക്കൂർ പണി കഴിഞ്ഞ ശേഷം ശരീരം വിശ്രമം ആവശ്യപ്പെടുന്ന സമയം നമ്മൾ പുലർച്ചെ എഴുന്നേറ്റുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഉച്ചയാവുന്ന സമയമാകുമ്പോഴത്തേക്കും അത് കഴിഞ്ഞു, ക്ഷീണം വരാൻ തുടങ്ങി. എന്നാൽ പിന്നെ എങ്ങനെയാണ് ഒന്ന് രക്ഷപ്പെടുക? അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, രാത്രിയിലെ ഉറക്കത്തിന് തന്നെയാണ് ആരംഭിക്കുന്നത്. രാത്രി ഉറങ്ങണേക്കാൾ മുന്നേ എത്ര തന്നെ വൈകിയാലും, ഞാൻ പറയുന്നത് ഒരിക്കലും വൈകി ഉറങ്ങരുതെന്നാണ്. നേരത്തെ ഉറങ്ങണം, നേരത്തെ ഉണരണം. നേരത്തെ ഉണർന്നിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് വേണോ? തീർച്ചയായിട്ടും നേരത്തെ ഉറങ്ങാനും നമ്മൾ പഠിച്ചിരിക്കണം. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഉറങ്ങിയേ പറ്റൂ. ഉറങ്ങും മുന്നേ അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഫുൾ സ്റ്റോപ്പ് ആക്കിയിട്ട്, മൊബൈൽ നോക്കി ഉറങ്ങാതെ, കമ്പ്യൂട്ടറിൽ കാര്യങ്ങൾ ചെയ്ത് ഉറങ്ങാതെ, വായിച്ച് ഉറക്കം വരുമ്പോൾ ഉറങ്ങാതെ, ഇങ്ങനെയൊക്കെയാണ് പല ആളുകളും ഉറക്കം വരാനതായിട്ടുള്ള വിധികൾ കണ്ടെത്തുന്നത്. അതെല്ലാം തെറ്റാണ്. നമ്മൾ രാത്രി ഉറങ്ങണേക്കാൾ മുന്നേ കാര്യങ്ങളെയൊക്കെ അവിടെ മാറ്റി വെച്ച് നമ്മുടെ ഈശ്വരനുള്ള കത്തെഴുതി നമ്മൾ അന്നത്തെ കാര്യങ്ങളെയൊക്കെ ചാർട്ട് ചെക്ക് ചെയ്ത് നോക്കി, ലിസ്റ്റ് ചെയ്ത് നോക്കി, എന്തുകൊണ്ട് ഇന്നത്തെ ഗോൾ എനിക്ക് ഫില്ലായിട്ടില്ല എന്ന് നോക്കി, അതിനുള്ള കാരണത്തെ കണ്ടെത്തി, പിറ്റേ ദിവസം നിവാരണം കണ്ടെത്തി, പിറ്റേ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം ആ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി. ഇത്രയും കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ മെസ്സേജ് കൊടുക്കുകയാണ്, ഇന്നത്തെ ഓവർ. ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ സന്ധ്യയ്ക്ക് കുറിച്ച് വേഷം മാറ്റിയിട്ടുണ്ടെങ്കിൽ രാത്രി വീണ്ടും വേഷം മാറ്റം എന്നല്ല പറയുന്നത്. അന്നത്തെ ദിവസത്തെ മുഴുവൻ വേർപ്പോടെ കിടന്ന് ഉറങ്ങരുത്. അഥവാ കുളിച്ചിട്ടില്ലെങ്കിൽ കുളിച്ച് വേഷമൊക്കെ മാറ്റി എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്ത് നന്നായിട്ട് മനസ്സിനെ ശാന്തമാക്കി ഈശ്വരൻ്റെ ഓർമ്മയിൽ, അവിടെയാണ് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. നിങ്ങളുടെ ലൈഫിൽ ഡ്രീമിനെ വിഷ്വലൈസ് ചെയ്ത് അതിൽ ആ ഫീലിൽ നിങ്ങൾക്ക് രാത്രി ഉറങ്ങാം. അപ്പം എന്തൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ അന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും, വിഷമത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, വിഷ്വലൈസേഷനിൽ അങ്ങ് മുഴുകുന്ന സമയത്ത് മനസ്സ് ഹാപ്പിനെസ് ആയിട്ടിലേക്ക് ചേഞ്ച് ആവും. മാത്രമല്ല അപ്പോൾ നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ ഉറങ്ങുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് അതിന് വേണ്ട പ്ലാനിങ് ചെയ്യും. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഞാൻ മുന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞു പോകുന്നത്. ആ സമയം നമ്മുടെ ഉറക്കത്തെ കൂടെ ലക്ഷ്യം നേടാനുള്ള യാത്രയിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല മനസ്സ് പോസിറ്റീവായിട്ടുള്ള തോട്ട്സിൻ്റെ യാത്ര അവിടെ നിന്ന് ആരംഭിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ 4-5 മണിക്കൂർ ഉറങ്ങുമ്പോഴത്തേക്കും തന്നെ ആവശ്യത്തിന് ഉറക്കാവും. ഒരു 10 മണിക്ക് ഉറങ്ങുന്ന ആൾക്ക് 3 മണിക്ക് എഴുന്നേൽക്കാൻ പിന്നെ ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ 4 മണി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉറക്കായി, 6 മണിക്കൂർ ഉറക്കായി. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ 10 മണിക്കേ ഉറങ്ങിയിട്ടുള്ളൂ, 11 മണിക്കേ ഉറങ്ങിയിട്ടുള്ളൂ, പിന്നെ ഞാൻ ഇന്ന് എണീറ്റത് കൊണ്ട് എനിക്ക് ക്ഷീണം വരിക എന്ന് വിചാരിക്കരുത്. അത് കഴിഞ്ഞ് നമ്മുടെ പഠനവും കാര്യങ്ങളൊക്കെ ആയി പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്കലത്തെ ലഞ്ച്, നിങ്ങൾ സാധാരണ വീട്ടിലാണ് ഉറങ്ങുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് നേരം നിങ്ങളൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക്, അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ നേരം റെസ്റ്റ് എടുത്തു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല.
നമുക്കറിയാലോ, ഒരു സിംഹം പോലും മുന്നോട്ട് കുതിക്കും മുന്നേ 2 അടി പിന്നോട്ട് വെക്കാറുണ്ട്. അതുപോലെ ക്ഷീണിച്ച മനസ്സുമായിട്ട് ശരീരവുമായിട്ട് മുന്നോട്ട് പോണേക്കാൾ നല്ലത് ഒരു 3/4 മണിക്കൂർ സമയം ദേഹത്തിന് കുറച്ച് റെസ്റ്റ് കൊടുത്ത് മനസ്സും ശരീരവും ഉറങ്ങണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. ആ സമയത്ത് മെഡിറ്റേഷനോ റിലാക്സേഷൻ തോട്ട്സോ മ്യൂസിക്സോ ചെയ്തുകൊണ്ട് മറ്റു ലോകത്ത് നിന്ന് വിഡ്രോ ചെയ്ത് നമ്മളിലേക്ക് മാറ്റി പഠനത്തിലോ മറ്റോ എൻജോയിങ് ആയിരിക്കുന്ന കാര്യത്തിലൂടെ റിലാക്സ് ചെയ്താൽ നിങ്ങൾ ആ ക്ഷീണാവസ്ഥയൊക്കെ മാറിപ്പോകും. അതല്ല നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. എന്ത് ചെയ്യണം? അവിടെയും പവർ സ്നാപ്പ് എന്ന് പറഞ്ഞൊരു ടെക്നിക്ക് ഉണ്ട്. എന്താണെന്നറിയോ, നിങ്ങളുടെ ഓഫീസിനുള്ളിലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് 5-10 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ഉണ്ടായിരിക്കുമല്ലോ. ലഞ്ച് കഴിക്കാനുള്ള സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ. അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ ബോഡീനെ റിലാക്സ്ഡ് ആക്കിയിട്ട് ഇരുത്തുക. എന്നിട്ട് ഓർഡർ കൊടുക്കുക. കാലിൻ്റെ പെരുവിരൽ മുതൽ മുഖം, ശരീരം, കൈ, കാല്, പിന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് കാലിൻ്റെ പെരുവിരൽ, പാദം, മുട്ടുവരെയുള്ള ഭാഗം, അര വരെയുള്ള ഭാഗം, കഴുത്ത് വരെയുള്ള ഭാഗം, തല വരെയുള്ള ഭാഗം, അങ്ങനെ ബോഡി ഫുൾ റിലാക്സ് ചെയ്ത ശേഷം ആ പ്രോപ്പർ സിറ്റിങ്ങിൽ ഇരുന്നിട്ട് ഞാൻ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോവുകയാണ് 10 മിനിറ്റ്സ് എന്ന് ഓർഡർ കൊടുത്ത് ഒരു 10 മിനിറ്റ് ഉറങ്ങിയാൽ, പക്ഷെ ഉറങ്ങും മുന്നേ ആദ്യം പറയണം എത്ര മിനിറ്റ് ഉറങ്ങണമെന്ന്, അല്ലെങ്കിൽ അങ്ങ് ആഴത്തിൽ ഉറങ്ങിപ്പോവും. അതില്ലാതിരിക്കാൻ വേണ്ടി 10 മിനിറ്റ് ഞാൻ ഡീപ്പ് സ്ലീപ്പിൽ ഉറങ്ങും. അത് കഴിഞ്ഞ് ഉണരും, 10 മിനിറ്റ് ഡീപ്പ് സ്ലീപ്പ്. ഇങ്ങനെ സ്വയം നിങ്ങൾക്ക് ഈ സെൽഫ് ഹിപ്നോസിസ് എന്നൊക്കെ പറയുന്നില്ലേ ആളുകൾ, അതേപോലെ നിങ്ങൾ ഇങ്ങനെ ഒരു 4-5 പ്രാവശ്യം അവനവൻ ഇങ്ങനെ സജഷൻ കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഉറങ്ങി പോകും. ആ 10 മിനിറ്റ്സ് കഴിഞ്ഞ് ഉറങ്ങി ഉണർന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരാണ് പവർ സ്നാപ്പ്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് സമയം. ഫസ്റ്റ് സ്റ്റെപ്പ് രാത്രിയിൽ ഉറക്കം പ്രോപ്പറായിട്ട് ഉറങ്ങണം. രണ്ടാമത്തെ കാര്യം, ഈ പവർ സ്നാപ്പ് നിങ്ങൾ എടുക്കാൻ പറ്റിയാൽ ഉടനെ നിങ്ങൾക്ക് ഇരട്ടി ഊർജ്ജത്തോട് കൂടിയിട്ട് പകൽ സമയത്ത് അലേർട്ടായിട്ട് ഉറങ്ങുന്ന ആ ഒരു ഉറക്കം ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു 4 മണിക്കൂർ 5 മണിക്കൂർ സമയം ഡീപ്പ് സ്ലീപ്പായ പോലുള്ള എനർജി കിട്ടും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അന്നത്തെ ദിവസം റീസ്റ്റാർട്ട് ചെയ്ത പോലെ ഒരു ഫ്രഷായിട്ട് ഒന്ന് കണ്ണുമോക്കൊന്ന് ഒന്ന് ഫ്രഷാക്കി ഒന്ന് എനർജി ആയിട്ട് ഒന്ന് വെറുതെ 2 മിനിറ്റ് ഒന്ന് ചാട്, അല്ലെങ്കിൽ കയ്യും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഫ്രഷായിട്ട് എഗെയിൻ സ്റ്റാർട്ട് നിങ്ങളുടെ ജോലി സ്റ്റാർട്ട് ചെയ്ത് നോക്കും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റിയ ഉറക്കം നമുക്ക് നന്നായിട്ട് മാനേജ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഉച്ചക്കലത്തെ ലഞ്ച് ഒരിക്കലും ഹെവി ആക്കരുത്. ജോലി ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ഉച്ചക്കലത്തെ ലഞ്ച് നിങ്ങൾ ഹെവി എടുക്കരുത്. കുറച്ച് ആഹാരം, അരവയറ് നിറയുന്ന ആഹാരം കഴിക്കാവൂ. വയറ് നിറച്ച ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് ഈ പവർ സ്നാപ്പിന് പോയി കഴിഞ്ഞാൽ കണ്ണ് തുറക്കലുണ്ടാവില്ല. അതുകൊണ്ട് അരവയർ ആഹാരം കഴിച്ചിട്ട്, അല്ലെങ്കിൽ വേണേൽ കുറച്ചുകൂടെ കഴിച്ചോ, എന്നാലും വയറ് നിറച്ച ആഹാരം കഴിക്കാതെ അത് കഴിഞ്ഞ് ആഹാരത്തിൻ്റെ ഒപ്പം വെള്ളം കുടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ആഹാരത്തിനൊപ്പം വെള്ളം കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗ്യാസ് ഡെവലപ്പ് ആവും. അത് നമുക്ക് ക്ഷീണം മാറ്റിയാൽ മാറാത്ത ക്ഷീണമാവും. അതുകൊണ്ട് ആഹാരത്തിനൊപ്പം വെള്ളം കുടിക്കരുത്. അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾ ഇളം ചൂടുള്ള വെള്ളം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. ആ വെള്ളം കുടിച്ചോളൂ. അപ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഇരുന്നിട്ട്, നമ്മൾ പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും പൂച്ചുറക്കുറങ്ങുക എന്നൊക്കെ പറയും, അതേപോലെ ഒരു 10 മിനിറ്റ് സമയം നമ്മളെ പവർഫുള്ളായിട്ട് റിലാക്സ് ചെയ്തിട്ട് നിങ്ങൾ എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിച്ച് കൈയും മുഖമൊന്ന് ഫ്രഷാക്കി റെഡിയായി വന്നാൽ വീണ്ടും ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്ന അത്ര എനർജിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ളതായിട്ടുള്ള ആ ക്ഷീണത്തിന് ഒരു പരിധി വരെയൊക്കെ ഓവർകം ചെയ്യാം. രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ചിലർത്ഥം ആ സമയം പോസിറ്റീവായിട്ടുള്ള മെഡിറ്റേഷനും പഠിക്കാനും വേണ്ടി ഉപയോഗിക്കണം. നേരത്തെ എഴുന്നേറ്റ് കുറച്ചൊന്ന് മെഡിറ്റേഷൻ ചെയ്തില്ല എന്നാക്കി പിന്നെ കാര്യങ്ങൾക്ക് മുഴുകരുത്. കാരണം നമ്മുടെ ഉള്ളിൽ എനർജി നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ട്രാ നേരത്തെ എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് നമുക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം. രാത്രി ഉറങ്ങും മുന്നുള്ള സമയം നമുക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, എക്സസൈസ് നിങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ ഉറക്കത്തിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഹാഫ് ആൻ അവർ എക്സസൈസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഈ കൊറോണ കാലഘട്ടമാണല്ലോ, അരമണിക്കൂർ നേരം നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരത്തിലുണ്ടാവുന്ന ഡോപ്പാമിൻ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും നിങ്ങൾക്ക് കൊറോണ വരാതിരിക്കാനുള്ള സാഹചര്യത്തിന് കൂട്ടാനും നമുക്ക് പറ്റും. അതുകൊണ്ട് അത് നല്ലതാണ്. പിന്നെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞു പോയിട്ടും 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് ചവച്ചരച്ചിട്ട്, വെള്ളം വായിലെടുത്ത് വെറുതെ ചവച്ചരച്ചിട്ട് കുടിക്കുക. എന്നിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയും കാലൊക്കെ ഒന്ന് കുടഞ്ഞു 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വീണ്ടും ഇരിക്കുക. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വൈകുന്നേര സമയത്തുള്ള ഒരു ഭാരം, ഹെവിനെസ് ഇല്ലാതാക്കി ഫ്രഷ് ആയിക്കൊണ്ട് ഫുൾ ഡേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ ഒരു പ്രോബ്ലത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാനും പറ്റും. രാവിലെ നേരത്തെ ഉണർന്ന് ബ്രഹ്മമുഹൂർത്ത
മെഡിറ്റേഷന് ശേഷം ചെയ്യുന്നതായിരിക്കുന്ന ഏത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ടൂൾ ആണെങ്കിലും അത് ഹൈലി എഫക്റ്റീവ് ആയിരിക്കും, ഹൈലി എനർജറ്റിക് ആയിരിക്കും. പെട്ടെന്ന് വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ പ്രപഞ്ചത്തിന് മെസ്സേജ് കൈമാറാൻ പറ്റുന്നതുമായിരിക്കുന്ന സമയമാണ്. വൈബ്രേഷൻ്റെ രീതിയിൽ പ്രപഞ്ചം നമ്മുടെ മെസ്സേജ് സ്വീകരിക്കുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജമായിരിക്കുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്ത സമയം. അപ്പം ആ സമയത്ത് നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പകൽ മുഴുവൻ പണിയെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാര്യവ്യവഹാരങ്ങളിൽ മുഴുകുമ്പോൾ ക്ഷീണം നമ്മളെ അതിക്രമിക്കാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, വെള്ളം കുടിക്കാൻ മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂറിൽ ഒരു സിപ്പെങ്കിലും വെള്ളം കുടിക്കുക. അങ്ങനെ നമ്മളൊരു ദിവസം 10-12 ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും കുറേയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ശരീരത്തെ ആരോഗ്യകരമായിട്ട് സൂക്ഷിക്കാനും പറ്റും. അങ്ങനെ മനസ്സും ശരീരവും രണ്ടും ആരോഗ്യദായകമാക്കിക്കൊണ്ട് ശക്തിശാലിയായിക്കൊണ്ട് എപ്പോഴും ഹാപ്പിയായി എപ്പോഴും എനർജറ്റിക്കായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.